കുഴൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 6.07 കോടിയാണ് സേവന മേഖലയ്ക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഉൽപാദന മേഖല 1,14,16,001 രൂപ, പശ്ചാത്തല മേഖല 2.7 കോടി, വിവിധ ക്ഷേമ പെൻഷനുകൾ 8 കോടി, അതിദരിദ്ര പദ്ധതി 1,70,000 എന്നിങ്ങനെ തുക വകയിരുത്തി. 24,10,43,672 രൂപ വരവും 23,39,68,714 രൂപ ചിലവും 70,74,958 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് അവതരിപ്പിച്ചു. 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വളരെയേറെ അഭിമാനത്തോടും തികഞ്ഞ ചരിതാർത്ഥ്യത്തോടും കൂടി നിങ്ങളുടെ അനുവാദത്തെയും അംഗീകാരത്തെയും മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ഭരണസമിതിയുടെ അവസാന വർഷത്തേക്കുള്ള ബജറ്റാണിത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക അവസ്ഥകൾ വിശകലനം ചെയ്തുകൊണ്ടും കൂടുതൽ പരിഗണന അർഹിക്കുന്ന മേഖലകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുമാണ് 25-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളിൽ ലഭ്യമാകുമെന്ന് കരുതുന്ന ഫണ്ടുകൾ കണക്കിലെടുത്ത് അതിൻ്റെ നിത്യനിദാന ചിലവുകളും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചിലവുകളും പ്രത്യേകിച്ചും വാർഷിക പദ്ധതി പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കുമായി പകർത്തു തയ്യാറാക്കുന്ന സുപ്രധാന രേഖയാണ് വാർഷിക ബജറ്റ് എന്നത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് സർക്കാർ ലഭ്യമാക്കുന്ന വികസന ഫണ്ട് തന്നെയാണ് വിഭവ സ്രോതസ്. കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നട്ടലായ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയ്ക്ക് പട്ടികജാതിക്കാർക്ക്, സ്ത്രീകൾ, കുട്ടികൾ, വയോജനങ്ങൾ, അതിദരിദ്രർ തുടങ്ങി വിവിധ ദുർബല വിഭാഗങ്ങൾക്ക് കൈത്താങ്ങാവുന്ന തരത്തിൽ സേവന മേഖലയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും ഭൗതിക സാഹചര്യങ്ങളെയും പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പശ്ചാത്തല മേഖലയ്ക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ബജറ്റിൻ്റെ വിഭവ സ്രോതസ്സുകൾ, വകയിരുത്തലുകൾ എന്നിവയുടെ സംക്ഷിപ്ത ബഡ്ജറ്റ് സ്റ്റേറ്റ്മെന്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കൃഷി, മൃഗസംരക്ഷണ മേഖലയ്ക്ക് നേട്ടം കൈവരിക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നെൽകൃഷി, വാഴ, കുരിയുടെ കൃഷി, കന്നുകുട്ടി പരിപാലനം, ക്ഷീരവികസനം തുടങ്ങിയവയ്ക്ക് ഇത്തവണയും ഊന്നൽ നൽകിയിട്ടുണ്ട്. 1,14,16,001 രൂപ മണ്ണ്, ജലസംരക്ഷണം, ചെറുകിട ജലസേചനം, ലിഫ്റ്റ് ഇറിഗേഷൻ എന്നീ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ഉൽപാദന മേഖലയ്ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു.